ഞാനാണ് JK Talks പ്രാണിക്കാരി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ ആണ്. ഇന്നത്തേത് നമ്മൾ വീട്ടിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഞാൻ ഒരു വലിയ ഗോബി മഞ്ചൂരി എടുത്തിട്ടുണ്ട്. അതിനകത്ത് അഴുക്കൊക്കെ ഉള്ളതൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് തിളച്ച് വരിക. ആ തിളച്ചതിലോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഗോബി മഞ്ചൂരി ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് വേവണം. ലോ ഫ്ലെയിമിലാണെങ്കിൽ 10 മിനിറ്റ് ഇരുന്നാലും കുഴപ്പമില്ല. ഇതിനകത്ത് അഴുക്കും പുഴുവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു മഞ്ഞൾപ്പൊടിക്കകത്ത്. മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് തിളച്ച് വന്നതിനകത്താണ് നമ്മളിപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. 5 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ ഈ കോൺഫ്ലവർ വേവിച്ചിട്ട് അത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി ഊറ്റി വെച്ചതാണ്. അതിപ്പോൾ നമ്മൾ വേറൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ശകലം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് വെച്ച് നന്നായിട്ട് ഇത് ഇളക്കി ഒരു 10 മിനിറ്റ് ഫ്രീസറിലോട്ട് വെക്കണേ. നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ശകലം ഉപ്പിടുവാണ്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി എടുക്കണേ, കട്ട പിടിക്കാതെ. ഫ്രീസറിൽ ഇരുന്ന് നമ്മളിപ്പം പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മളിത് കലക്കുന്നതിന് മുമ്പ് അതിനകത്തോട്ട് 2 സ്പൂണ് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണമായിരുന്നു. ഞാൻ വിട്ടുപോയതാണ്. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചേക്കുന്ന കോൺഫ്ലവർ ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. കത്തിച്ചിട്ട് പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി, കോക്കനട്ട് ഓയിൽ ഒഴിക്കണ്ടായേ. അതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കോൺഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കണേ. നമ്മളിപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്ത് ആ പാനിൽ തന്നെയാണ് ഞാൻ ബാക്കി എടുക്കുന്നത്. സവാളയും ക്യാപ്സിക്കവും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടാണ് നമ്മൾ വഴറ്റാൻ പോകുന്നത്. ഒരു ഹാഫ് കുക്കായാൽ മതി, ഫുള്ള് വേവേണ്ട കാര്യമില്ല. ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും വേവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ശകലം വെന്തുപോയി. ഇത് പ്രശ്നമല്ല വെന്താൽ. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുവാണ്. എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒത്തിരി എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് നമ്മൾ 1 ടീസ്പൂണ് നിർത്തിയത്. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുവാണ്. ഞങ്ങൾ സാധാരണയായിട്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളിത് ഇപ്പോൾ ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുവാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോൺഫ്ലവർ ഇട്ട് കൊടുക്കാമേ. ഇത് ചെറുതായിട്ട് ചൂടായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോൺഫ്ലവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വെടിവിപ്പിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാവേ. ഇങ്ങനെ 2-3 നല്ല തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അതിന് മുമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് എല്ലാം ബാലൻസ് ആണോന്ന്, ഉപ്പും മധുരമൊക്കെ ബാലൻസ് ആണോന്ന്. ഇല്ലെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരിയും കൂടെ മധുരം വേണം, എരി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം സോസും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റിലെ ടേസ്റ്റ് കിട്ടത്തില്ല, വീട്ടിലുണ്ടാക്കിയെന്നൊക്കെ തോന്നുന്ന വെറുതെയാണ്. മടിയുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നതാണ്. നന്നായിട്ട് അതേ ടേസ്റ്റോടുകൂടി നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ ഇടണേ. കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ മേളത്തെ ബെൽ ബട്ടണും അമർത്താൻ മറക്കരുത്.
ഗോബി മഞ്ചൂരി കൊള്ളാമോ? ടേസ്റ്റി, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരേക്കും ബായ്.